Poisson regression. We now consider another regression modeling scenario where the response variable of interest is not normally distributed. In this situation, the response variable presents a count of some relatively rare events such as defects in a unit of manufactured product, errors or bugs in software, or a count of particulate matter or other pollutants in the environment. ഈ ഒരു പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ ലോജിസ്റ്റിക് റിഗ്രഷനെ പോലെ തന്നെ നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കത്തില്ല. ഇവിടെ ഈ ഒരു റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് റെയർ ഇവൻസിൻ്റെ കൗണ്ട് ആയിരിക്കും. ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിൽ എന്തായിരുന്നു? അത് ബൈനറി ആയിരുന്നു, ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ അങ്ങനെ സക്സസ് ഫെയിലിയർ എന്നുള്ള രീതിയിൽ ബൈനറി അല്ല, പക്ഷേ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ കൗണ്ട് ആയിരിക്കും, കൗണ്ടബിൾ വാല്യൂസ് ആയിരിക്കും റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത്. The analyst is interested in modeling the relationship between the observed counts and potentially useful regressors or predicted variables. ഇവിടെ നമ്മുടെ റെസ്പോൺസ് വേരിയബിളായ ഈ ഒരു കൗണ്ടബിൾ വാല്യൂസ് വെച്ചിട്ട് ബാക്കിയുള്ള റിഗ്രസേഴ്സിനുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ഒരു പോയിസൺ റിഗ്രഷൻ മോഡലിങ്ങിൽ ചെയ്യുന്നത്. For example, an engineer could be interested in modeling the relationship between the observed number of defects in a unit of product and production conditions when the unit was actually manufactured. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഒരു എഞ്ചിനീയർ അതിൻ്റെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡിഫക്ട്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടീഷൻസും വെച്ചിട്ടൊരു മോഡൽ ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പോയിസൺ റിഗ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. കാരണം ആ ഒരു യൂണിറ്റിലുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു റെയർ ഇവൻ്റാണ്. അപ്പോൾ ആ ഒരു റെയർ ഇവൻറ്റിനെ നമ്മൾ റെസ്പോൺസ് വേരിയബിളായിട്ട് എടുത്തിട്ട് അതൊരു കൗണ്ടബിൾ വാല്യൂ ആണ്, അതൊരു കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് പോയിസൺ റിഗ്രഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ മോഡൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോയിസൺ റിഗ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. വി അസ്യൂം ദാറ്റ് ദ റെസ്പോൺസ് വേരിയബിൾ yi is a count such that the observations yi is equal to 0, 1, etc. A reasonable probability model for the count data is often the Poisson distribution f of y is equal to e raised to minus mu raised to y factorial where y is equal to 0, 1, 2, 3, etc. ഇത് എന്തുകൊണ്ടാണ് കൗണ്ട് ആണെന്ന് പറയുന്നത്? നമുക്ക് ഡിഫക്ട്സിൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഒന്നെങ്കിൽ 0 ഡിഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1 ഡിഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ഡിഫക്റ്റ് ആയിരിക്കും. അങ്ങനെ കൗണ്ടബിൾ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രോബബിലിറ്റി മോഡൽ എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താ? എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മ്യൂ റേസ് ടു വൈ ഫാക്ടോറിയലാണ്. ഇവിടെ നമ്മുടെ പാരാമീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളത് മ്യൂ ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദ പോയിസൺ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേർ മീൻ ആൻഡ് വേരിയൻസ് ആർ റിലേറ്റഡ്. പോയിസോൻ്റെ കേസിൽ മീനും വേരിയൻസും റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാലോ. അവരെങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത്? പോയിസോൻ്റെ കേസിൽ മീനും വേരിയൻസും സെയിം തന്നെ ആയിരിക്കും. ഇൻ ഫാക്ട് ഫോർ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ടു ഷോ ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് y ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് y ഈക്വൽ ടു മ്യൂ. അപ്പം നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണ്. പോയിസോൻ്റെ കേസിൽ മീൻ എന്ന് പറയുന്നതും വേരിയൻസ് എന്ന് പറയുന്നതും ആ ഒരു മോഡലിൻ്റെ പാരാമീറ്ററായ മ്യൂ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ബോത്ത് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു ദ പാരാമീറ്റർ മ്യൂ. ദ പോയിസോൺ റിഗ്രഷൻ മോഡൽ ക്യാൻ ബി റിട്ടൺ ആസ് yi is equal to expectation of yi plus epsilon I where I is equal to 1, 2, 3, etc. n. ഇവിടെ നമ്മുടെ പോയിസോൻ്റെ കേസിൽ നമുക്ക് ഒരു മോഡലിന് നമുക്ക് എങ്ങനെ എഴുതാം? yi is equal to എക്സ്പെക്ടേഷൻ ഓഫ് yi പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വി അസ്യൂം ദാറ്റ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ ഒബ്സർവ്ഡ് റെസ്പോൺസ് വേരിയബിൾ ക്യാൻ ബി റിട്ടേൺ ആസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് y is equal to mu i. നമുക്കറിയാം ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? mu i ആയിരിക്കും. ആൻഡ് ദാറ്റ് ദർ ഈസ് എ ഫംഗ്ഷൻ g that leads the mean of the response to a linear predictor, say g of mu i is equal to eta I, that is equal to beta naught plus beta 1 x1 plus etc. beta k xk. ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ റെസ്പോൺസ് വേരിയബിളിൻ്റെ മീനും ഒരു ലീനിയർ പ്രഡിക്റ്ററായിട്ട് ഈക്വലൈസ് ചെയ്യുന്നത്. അതായത് ജി ഓഫ് മ്യൂ ഐ എന്ന് പറയുന്നത് ഈറ്റ ഐ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഈറ്റ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 x1 പ്ലസ് എക്സെട്ര ബീറ്റ കെ എക്സ് കെ ആണ്. ഇത് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ദ ഫംഗ്ഷൻ ജി ഈസ് യൂഷ്വലി കോൾഡ് ദ ലിങ്ക് ഫംഗ്ഷൻ. The relationship between the mean and the linear predictor is mu I is equal to g inverse of eta I, that is equal to g inverse of x a dash into beta. നമ്മൾ ഈ ഒരു ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ ലിങ്ക് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ മീൻ മ്യൂ ഐയും അതുപോലെ തന്നെ ലീനിയർ പ്രഡിക്റ്ററായ ഈറ്റ ഐ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്കറിയാം ജി ഓഫ് മ്യൂ ഐ ആണ് ഈ എഴുതിയേക്കുന്ന ഈറ്റ ഐ എന്ന് പറയുന്നത്. സോ നമുക്ക് മ്യൂ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഇൻവേഴ്സ് ഓഫ് ഈറ്റ ഐ ആയിരിക്കും. അതുപോലെ തന്നെ ഈറ്റ ഐ നമുക്കറിയാം എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ആണ്. സോ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ആയിരിക്കും. There are several link functions that are commonly used with the Poisson distribution. One of these is the identity link.
ലിങ്ക് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പോയിസോൺ റിഗ്രഷൻ്റെ കേസിൽ പലതരത്തിലുള്ള ലിങ്ക് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക് ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ലിങ്ക് എന്ന് പറയുന്നതാണ്. ഐഡൻറ്റിറ്റി ലിങ്ക് എന്താണെന്ന് വെച്ചാൽ g of mu i is equal to xi ഡാഷ് ഓഫ് ബീറ്റ എന്നുള്ളതാണ്. അതായത് g of mu i എന്ന് പറയുന്നത് mu i എന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ലിങ്ക് എന്ന് പറയുന്നത്. When this link is used, expectation of y is equal to mu i, that is equal to xi dash into beta, since mu i is equal to g inverse of xi dash into beta, that is equal to xi dash into beta. ഐഡൻറ്റിറ്റി നമ്മൾ ലിങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറയുന്നത് mu i നമുക്കറിയാം. ആ mu i എന്ന് പറയുന്നത് x ഡാഷ് ഇൻറ്റു ബീറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ mu i എന്ന് പറയുന്നത് g ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് ബീറ്റ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമുക്ക് mu i എക്സ് ഡാഷ് ഓഫ് ബീറ്റ എന്ന് കിട്ടി, ദാറ്റ് ഈസ് ഇക്വൽ ടു g ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? g ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. അനദർ പോപ്പുലർ ലിങ്ക് ഫംഗ്ഷൻ ഫോർ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലോഗ് ലിങ്ക്. മറ്റൊരു ലിങ്ക് ഫംഗ്ഷൻ നമ്മൾ പോയിസോൺ റിഗ്രഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് ലോഗ് ലിങ്ക് ആണ്. ഇവിടെ ലോഗ് ലിങ്കിൻ്റെ കേസിൽ നമ്മൾ g of mu i എങ്ങനെ എടുക്കുന്നത്? ലോഗ് ഓഫ് mu i എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പം ആ ലോഗ് ഓഫ് mu i എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ആയിരിക്കും. ഫോർ ദ ലോഗ് ലിങ്ക് ഇൻ ഇക്വേഷൻ 13.32 the relationship between the mean of the response variable and the linear predictor is ലോഗ് ലിങ്കിൻ്റെ കേസിൽ ഈ ഒരു റെസ്പോൺസ് വേരിയബിളിൻ്റെ മീനും അതുപോലെ തന്നെ നമ്മുടെ ലീനിയർ പ്രഡിക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് mu i is equal to g inverse into x dash into ബീറ്റ ആണ്. അതെന്ന് പറയുന്നത് e raised to x dash into ബീറ്റ ആയിരിക്കും. The log link is particularly attractive for Poisson regression because it ensures that all of the predicted values of the response variable will be non-negative. നമ്മൾ ഈ ഒരു പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ മെയിനായിട്ട് ലോഗ് ലിങ്ക് എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോഗ് ലിങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റെസ്പോൺസ് വേരിയബിളിൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂസ് കിട്ടുന്ന എസ്റ്റിമേറ്റഡ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത് നോൺ നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് കിട്ടും. The method of maximum likelihood is used to estimate the parameters in Poisson regression. Poisson കേസിൽ നമ്മൾ maximum likelihood estimation method ആണ് യൂസ് ചെയ്യുന്നത്. The development follows closely the approach used for logistic regression. Logistic regressionൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു Poisson regressionൻ്റെ കേസിലും യൂസ് ചെയ്യുന്നത്. If we have a random sample of n observations on the response y and the predictors x, then the likelihood function is L of y beta is equal to product of I is equal to 1 to n fi of ya, that is equal to some product of I is equal to 1 to n e raised to minus mu I raised to ya divided by ya factorial, that is equal to product of I is equal to 1 to n mu I raised to ya exponential of minus summation I is equal to 1 to n mu I divided by product I is equal to 1 to n ya factorial. നമ്മൾ ഈ ഒരു ലോഗ് ലൈക്ലിഹുഡ് എസ്റ്റിമേഷനാണ് ഈ ഒരു പോയിസോൺ കേസിലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു n ഒബ്സർവേഷൻസ് ഉള്ള ഒരു റാൻഡം സാമ്പിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ റെസ്പോൺസ് വേരിയബിൾ വൈയും അതുപോലെ തന്നെ പ്രഡിക്റ്റഡ് വേരിയബിളിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് L of y ബീറ്റ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് I is equal to 1 to n fi of y ആയിരിക്കും. അതായത് നമ്മൾ എല്ലാ വേരിയബിളിൻ്റെയും PDF അതിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം FI YA ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. സോ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓഫ് I is equal to 1 to n mu I raised to YA ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് സമ്മേഷൻ I is equal to 1 to n mu I ഡിവൈഡ് ബൈ താഴത്തെ ഡിനോമിനേറ്ററിന് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ mu I എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? g ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ആണ്. വൺസ് ദ ലിങ്ക് ഫംഗ്ഷൻ ഇസ് സ്പെസിഫൈഡ് വി മാക്സിമൈസ് ദ ലോഗ് ലൈക്ലിഹുഡ്. ലോഗ് ഓഫ് L of y beta is equal to summation I is equal to 1 to n ya log of mu I that minus summation I is equal to 1 to n mu I minus summation I is equal to 1 to n log of ya factorial. നമ്മൾ ലിങ്ക് ഫംഗ്ഷൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ലോഗ് ലൈക്ലിഹുഡിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ലോഗ് എടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരുന്നത്? സമ്മേഷൻ I is equal to 1 to n ya ഓഫ് ലോഗ് mu I എന്ന് പറഞ്ഞു വരും ഫസ്റ്റ് ടൈം. mu I raised to ya ആയിരുന്നു ആദ്യത്തെ ടൈം. അതിനെ നമ്മൾ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് സമ്മേഷൻ I is equal to 1 to n ya ലോഗ് mu I എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ മൈനസ് ഓഫ് എക്സ്പൊണൻഷ്യലിൻ്റെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് സമ്മേഷൻ I is equal to 1 to n mu I എന്ന് പറഞ്ഞ് കിട്ടും. ഇനി താഴത്തെ പ്രൊഡക്റ്റിൻ്റെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് നമുക്ക് സമ്മേഷനായിട്ട് വരും. സമ്മേഷൻ I is equal to 1 to n ലോഗ് ഓഫ് ya ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഈ ഒരു ടേമിൻ്റെ ലോഗ് എടുത്തതാണ് ഈ കൊടുത്തിരിക്കുന്നത്.
Iteratively reweighted least squares can be used to find the maximum likelihood estimates of the parameters in Poisson regression, following an approach similar to that used for logistic regression. അപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്കൽ റിഗ്രഷൻ്റെ കേസിലെ പോലെ തന്നെ നമ്മളൊരു റിവെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു പോയിസൺ റിഗ്രഷൻ്റെ കേസിലും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. Once the parameter estimates beta cap are obtained, the fitted Poisson regression model is yi cap is equal to g inverse of x dash into beta cap. അപ്പോൾ നമ്മുടെ ഫിറ്റഡ് വാല്യൂസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് yi cap equal to g inverse of x dash into beta cap എന്ന് പറയുന്നതായിരിക്കും. For example, if the identity link is used, the prediction equation becomes yi cap is equal to g inverse of x dash into beta cap, that is equal to x dash into beta cap. അപ്പോൾ ഐഡൻറ്റിറ്റി ലിങ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള y ക്യാപ്പ് എന്ന് പറയുന്നത് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞാണ്. ആ എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പിൻ്റെ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് തന്നെയായിരിക്കും. ഐഡൻറ്റിറ്റി ലിങ്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇഫ് ദ ലോഗ് ലിങ്ക് ഈസ് സ്പെസിഫൈഡ് ദെൻ y ക്യാപ്പ് ഇസ് ഇക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ്, ദാറ്റ് ഇസ് ഇക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ലിങ്ക് അല്ല ലോഗ് ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്താവും? എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത്. Inference on the model and its parameters follows exactly the same approach as used for logistic regression, that is, model deviance is an overall measure of goodness of it, and tests on subsets of model parameters can be performed using the difference in deviance between full and reduced models. These are likelihood ratio tests, while inference based on large sample properties of maximum likelihood estimators can be used to test of hypotheses and construct confidence intervals on individual model parameters. അപ്പം ഈ ഒരു മോഡലിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ഇൻഫറൻസ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിലെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടോട്ടൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ ഡീവിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ പാരാമീറ്റേഴ്സിൻ്റെ സബ്സെറ്റിൻ്റെ ടെസ്റ്റ് നമ്മളെങ്ങനെയാണ് നോക്കിയത്? ഈ ഫുൾ മോഡലിലെ റെഡ്യൂസ്ഡ് മോഡലിൻ്റെയും ഡീവിയൻസ് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള വാലിഡ് ഇൻഫറൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിനും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിലും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ പറഞ്ഞാൽ. ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ സെയിം ടെസ്റ്റൊക്കെ തന്നെയാണ് പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. പോയിസൺ റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിൽ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബൈനറി ആയിരുന്നു. ഈ ഒരു പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ കൗണ്ട് ആയിരിക്കും. അത് മിക്കപ്പോഴും റെയർ ഇവൻസിൻ്റെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.